ആവേശം പൂമോടും യാമങ്ങളിൽ തളിരിടും ദേവികേ നിന്നിൽ വസന്തം ഗോപികേ നിന്നിൽ രോമാഞ്ചം. ആവേശം പൂമോടും യാമങ്ങളിൽ തളിരിടും ദേവികേ നിന്നിൽ വസന്തം ഗോപികേ നിന്നിൽ രോമാഞ്ചം. Very good, Brian. Very good. Nice. Thank you. Mr. Jagat Kishore. ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ജഗത്കുട്ട നല്ലൊരു സെലക്ഷൻ ആട്ടോ, ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് പാടിയത്. ഇത് ഈസി അല്ല, പാട്ട് പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടിയോ? അല്ലേ? ശബ്ദത്തിന് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു? സ്ട്രെയിൻ ആയിട്ടില്ല, എന്റെ വോയിസ് ഇടക്കിടക്ക് ഇങ്ങനെ അടയണ പോലെ ഉണ്ട്, അടയുന്ന പോലെ ഉണ്ട് അല്ലേ? ആ ഒരു പ്രശ്നമാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി. തുടങ്ങിയ ദേവികയെ കുറച്ചൊന്ന് ശ്രുതിയിൽ വരണമെന്ന് എനിക്ക് തോന്നി. അതെ, പാടി.
ഈ ദേയുടെ മുമ്പിൽ ഒരു മൂളല് വരുന്നുണ്ട്, അത് വേണ്ട. ആ കേട്ടോ, ആ ശബ്ദം അടയുന്നുണ്ട്. വി എന്ന് പാടിയപ്പോ ആ ശബ്ദത്തിന് അടച്ചിൽ വന്നു. അതാണ് ആ ഒരു പ്രശ്നം പാട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമോടും, അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ നല്ല സൗണ്ടായിരുന്നു കേൾക്കാൻ കേട്ടാ. പിന്നെ നാണത്തിൽ ആറാടും രാവിൽ വിരൽ തൊടും അളവിൽ, അതൊക്കെ ഒന്ന് ശ്രുതിയിലാവണമെന്ന് എനിക്ക് തോന്നി. അതൊന്ന് പാടിയ ഭാഗം. അത് മുഴുവനാക്കാം. അത് എന്റെ നോട്ട് കേൾക്കുന്നില്ല കേട്ടോ. അത് കേൾക്കുന്നില്ല, അത് കട്ടായി പോകുന്നു. ഒരുപാട് ഇപ്പോഴും മിസ്സായി. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് ഇനിയിപ്പോ പാടിപ്പിച്ച് അധികം ബുദ്ധിമുട്ടിക്കണില്ല. പിന്നെ അതുപോലെ ഇന്ദ്രലോക എന്ന് പറഞ്ഞത് അതിന്റെ നോട്ട്സ് ഒന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇടയ്ക്ക് നോട്ട്സ് മാറിപ്പോയിട്ടുണ്ട്, സ്ലിപ്പ് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ കേട്ടോ. ഈ അനുപല്ലവിയിലും ആ ഭാഗം. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഈ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് മാറട്ടെ, മാറ്റിയെടുക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ ജഗത് കിഷോര ചന്ദ്രശേഖര, എന്തോ ഇങ്ങനെ പാടി നന്നായിട്ട് പാടി കൊള്ളായിരുന്നല്ലേ? ചില ഭാഗങ്ങൾ പ്രത്യേകിച്ചും നന്നായിരുന്നു. എനിക്ക് ഇങ്ങനെ തോന്നലുണ്ടായി, നമ്മുടെ പാവം ജഗത്കുട്ടന് ഇന്ന് ശബ്ദം എന്തോ ഒരു പ്രശ്നം പോലെ, ഒരു സ്ട്രെയിൻ പോലെ തോന്നി. സാധാരണ ഉള്ള ഒരു ക്ലാരിറ്റി എനിക്ക് ഇതിനകത്ത് കിട്ടാത്ത പോലെ വന്നു. അപ്പൊ അതങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ? സാറിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ച് വോയിസ് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒരുപാട് ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതാ ഞാൻ ചോദിക്കാൻ വന്നിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസിന് മുമ്പേ വാം അപ്പ് ചെയ്തിട്ടാണോ വന്ന് പെർഫോം ചെയ്തത്? ഉണ്ടോ? അത് കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കാൻ തോന്നുന്നു. ദാറ്റ് ഈസ് വൺ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ആരാരും കാണാത്ത തീരങ്ങൾ, അത് ഒരൊറ്റ ശ്വാസം കാണാം. അതിനിടയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും വെള്ളം കുടിക്കുക, ഇടയ്ക്ക് 2 ഗൾപ്പെടുത്തിട്ട് ശ്വാസം എടുക്കാം, പിന്നെ 2 ഗൾപ്പെടുത്തിട്ട് ശ്വാസം എടുക്കാം, പിന്നെ അങ്ങനെ കുടിച്ച് വേണമെങ്കിൽ തീർക്കാം. പല രീതിയിൽ. അപ്പൊ ഓരോ പാട്ടും ഓരോ ഗ്ലാസ്സിലെ വെള്ളം പോലെ ആലോചിക്കാം, ഓരോ ഫ്രേസും. അപ്പൊ ഈ ഫ്രേസ് എന്ന് പറഞ്ഞാൽ മൊത്തം ആ വെള്ളം കുടിച്ചിട്ടേ ശ്വാസം എടുക്കാൻ പറ്റും. അതിന് മുമ്പേ എങ്ങാണ് ശ്വാസം എടുത്താ ഒരറ്റ. അപ്പൊ ഒന്ന് പറയാം, ആരാരും കാണാത്ത തീരങ്ങളിൽ ആവേശം പൂമോടും യാമങ്ങളിൽ. അവിടെ എന്താ എന്താണ് പോകുന്നത്? ആവേശം വളരെ സങ്കടത്തിലാണ്. ആവേശം പൂമോടും, മക്കളെ കുറച്ചുകൂടെ ആവേശത്തെ പാടാ അവിടെ. ഇടയ്ക്ക് ശ്വാസം എടുത്തില്ലേ? അതെടുക്കാൻ പാടില്ല. ഒറ്റ ശ്വാസത്തിൽ കംപ്ലീറ്റ് അലൈൻ മുഴുവൻ.